ഹായ് മക്കൾസ്, നിഹാൽ സാറാണ്. അപ്പോൾ നാളെ നിങ്ങളുടെ സോഷ്യൽ സയൻസ് പരീക്ഷയാണ്. സോഷ്യൽ സയൻസ് പരീക്ഷ നിർബന്ധമായി നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളെ പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകണം. നിർബന്ധം ഇത് കാണണം, നിങ്ങൾ നിർബന്ധമായും കണ്ട് വർക്കൗട്ട് നിങ്ങൾ പോകണം. നാളത്തെ ചോദ്യം നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്ന ചോദ്യങ്ങളാണ്. ഇത്തവണ നിങ്ങൾക്കറിയാം 7ാം ക്ലാസ് പോലെയല്ല 8ാം ക്ലാസ് എൻറ്റയർലി മാറിയിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് കണ്ടന്റ് ചോദ്യം രീതിയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഫെമിലിയർ ആയി പോയി കഴിഞ്ഞാൽ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യാൻ കഴിയും, നന്നായി എഴുതാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ റേസിൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ആൾക്കാരെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ ഇനി അങ്ങോട്ട് നിങ്ങളുടെ അക്കാഡമിക്സ് ഏറ്റവും അടിപൊളിയാക്കാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും എന്ന കാര്യം ഞാൻ ഇവിടെ തുടക്കത്തിൽ പറയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ പ്രധാനമായും നമ്മൾ പോകുന്ന ആദ്യ ചാപ്റ്റർ മക്കളെ ഇൻവെൻഷൻ ആൻഡ് ദ റെസിസ്റ്റൻസ് അല്ലെ, അധിനിവേശവും ചെറുത്തു നിൽക്കുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ റൈറ്റ് ദ ഇൻഫ്ലുവൻസ് ഓഫ് പോർച്ചുഗീസ് ഇൻ ഇന്ത്യ. പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായത്? അല്ലെ, സിമ്പിൾ ചോദ്യമാണ് അല്ലെ. എന്തൊക്കെ ഉണ്ടായത് നമുക്കറിയാം. അവർ വന്നപ്പോൾ മേശ, കസേര, അൽമര, ജനവാൽ, പെന്ന് അല്ലെ, ചാക്ക്, ഇങ്ങനെ കുറേ ഐറ്റംസ് എവിടേക്ക് എത്തി? നമ്മുടെ രാജ്യത്ത് ആ പേരുകളൊക്കെ എത്തി നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു അല്ലെ. പ്രധാനമായി കാഷ്യൂ ട്രീ. എന്താണ് കാഷ്യൂ ട്രീ എന്ന് പറഞ്ഞാൽ? കശുമാവ് അല്ലെ, പറങ്കി മാവ് നമ്മൾ പറയാറുണ്ട്. അതുപോലെ പപ്പായ, പേരക്ക, ഗുവ, ഇതൊക്കെ നമ്മൾ ഇന്ത്യയിൽ അവർ പരിചയപ്പെടുത്തി. ദ ഫസ്റ്റ് യൂറോപ്യൻ ഫോർട്ട് ഇൻ ഇന്ത്യ അല്ലെ, ഫോർട്ട് മാനുവൽ അല്ലെ, ഇന്ത്യയിൽ ആദ്യം യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട എവിടെ സ്ഥാപിച്ചു? കൊച്ചിയിൽ സ്ഥാപിച്ചു. അതുപോലെ തന്നെ എന്താ പ്രിന്റിംഗ് ടെക്നോളജി വാസ് പോപ്പുലേഴ്സ് അല്ലെ, എന്ത് ചെയ്തു? പിന്നെ പ്രിന്റിംഗ് സംവിധാനം പോപ്പുലേഴ്സ് ആയി. കൊച്ചി, ഗോവ, ദാമൻ എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി. അല്ല, ഇതൊക്കെ അവർ നമ്മൾ സംഭവിച്ച മാറ്റങ്ങളാണ്. അതുപോലെ തന്നെ എന്താണ്, പിന്നെ ആർട്ട് ഫോം സച്ച് ആസ് ചവിട്ട് നാടകം ആൻഡ് മാർഗം കളി. നോട്ട് ചെയ്ത ചവിട്ട് നാടകം, മാർഗം കളി, അച്ചടി നമ്മൾ നേരത്തെ പറഞ്ഞാണ്. അതുപോലെ ചവിട്ട് നാടകം, മാർഗം കളി പോലത്തെ കലാരൂപങ്ങൾ അവർ നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്തു? അവർ കൊണ്ടുവന്നു അല്ലെ. യൂറോപ്യൻ സ്റ്റൈലിലെ കെട്ടിട നിർമ്മാണങ്ങൾ അല്ലെ, ദ യൂറോപ്യൻ സ്റ്റൈൽ കൺസ്ട്രക്ഷൻ, യൂറോപ്പിന്റെ പടക്കോപ്പുകളും യുദ്ധമുറകളും എന്ത് ചെയ്തു? നമ്മൾ ഇന്ത്യയിൽ അവർ അഭ്യസിപ്പിച്ചു. ക്രൈസ്തവ മഠം അല്ലെ, ക്രിസ്ത്യൻ റിലീജിയസ് എഡ്യൂക്കേഷൻ സെന്ററും എന്ത് ചെയ്തു? ഇതിന്റെ ഭാഗമായി അവർ എവിടെ കൊണ്ടുവന്നു? നമ്മുടെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് അവർ കൊണ്ടുവന്നു. ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പഠിച്ചു വെക്കുക. റെഡി. ഇനി അതിന്റെ ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഹോർത്തൂസ് മലബാറിക്കസ് അല്ലെ. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നാളെ ചോദ്യ പേപ്പറിൽ എന്തായാലും കാണും. ഹോർത്തൂസ് മലബാറിക്കസ് ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും, നോട്ട് ചെയ്ത് വെച്ചോ. ഹോർത്തൂസ് മലബാറിക്കസ് എന്താ? ഹോർത്തൂസ് മലബാറിക്കസ് ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ദ റിലേഷൻ വിത്ത് ഡച്ച് അല്ലെ, ഡച്ചുകാരുമായുള്ള നമ്മുടെ ബന്ധത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഹോർത്തൂസ് മലബാറിക്കസ്. എന്താ ഹോർത്തൂസ് മലബാറിക്കസ്? ഇൻഫർമേഷൻ അബൌട്ട് ദ 752 മെഡിക്കൽ പ്ലാൻസ് ഇൻ കേരള പ്രസന്റഡ് ടു അല്ലെ. ഒരു പുസ്തകം തയ്യാറാക്കാണ്. പുസ്തകത്തിൽ എന്തുണ്ടായിരുന്നു? 742 742 വരുന്ന മെഡിക്കൽ പ്ലാൻസ് അതിലുണ്ടായിരുന്നു. അതുപോലെ ആരൊക്കെ അത് ഉണ്ടാക്കാൻ അവരെ സഹായിച്ചത് അല്ലേ? അന്ന് ഉണ്ടായിരുന്ന പിന്നെ അപ്പുഭട്ട്, രംഗഭട്ട്, ഇവരൊക്കെയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി അവരെ സഹായിച്ചത്. അത് നിങ്ങൾ എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് നോക്കുക. റെഡി. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മക്കളെ, നിർബന്ധമാണ്. ഇത്തവണ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഈ വർഷം പുതുതായിട്ട് നിങ്ങളുടെ ഇടയിലേക്ക് ഞങ്ങൾ വരികയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ടും പിന്തുണയും ഞങ്ങൾക്ക് വേണം. കാരണം നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകളൊക്കെ നമ്മൾ അടിപൊളിയായി തരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാ ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കൂലടാ. ഓക്കെ, അടുത്ത പിടിച്ചോ. ഇനി വാട്ട് ആർ ദ ടാക്സ് പോളിസീസ് ഇംപ്ലിമെന്റഡ് ബൈ ദ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ എന്തെല്ലാം? 3 പഠിക്കുക. ഏതൊക്കെയാ? ഒന്നുണ്ട് പിന്നെ ഒന്ന് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് ആണ്. നമ്മൾ അതിനെ മലയാളത്തിൽ എന്താ വിളിക്കുക? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഞാൻ ആദ്യം 3 പേര് പറഞ്ഞു, നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് അത് കഴിഞ്ഞ പിന്നെ അതാ റൈറ്റ് ടു വാരി സിസ്റ്റം, മഹൽ വാരി സിസ്റ്റം. ഏതൊക്കെയാണ്? റൈറ്റ് ടു വാരി സമ്പ്രദായം, മഹൽ വാരി സമ്പ്രദായം. ഇത് 3 പഠിക്കാൻ ഭയങ്കര ടഫ് ഒന്നുമില്ല, സിമ്പിൾ ആണ്. ആദ്യം നിങ്ങൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അഥവാ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്. ഇവിടെ ആരാണ് ഭൂമി പിടിക്കുക? ഇത് ബംഗാൾ, ബീഹാർ, ഒറീസയിൽ നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭുവാണ് ഇത് കൊണ്ടുവന്നത്. അപ്പൊ ഏതെല്ലാം പ്രദേശത്താണ് നടപ്പിലാക്കിയത്? ആരത് കൊണ്ടുവന്നത്? അതുപോലെ ഇതിന്റെ ഈ രീതിയിൽ എങ്ങനെയാണ് അവർ നികുതി പിരിച്ചത്? എങ്ങനെ നികുതി പിരിച്ചത്? ഭൂ ഉടമകളായിരുന്ന സെമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ അവർ നികുതി പിരിച്ചു. നിലവിലുള്ള ഏറ്റക്കുറിച്ചുകൾ പരിഗണിക്കാതെ നിശ്ചിത കർഷകർ നിർബന്ധമായി നൽകണം. അതായത് കൃഷി ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നല്ല അവിടെ ഒരു സംഭവമല്ല. അവിടെ എന്താണ്? അവർ നിർബന്ധ നികുതി കൊടുത്തേ പറ്റുള്ളൂ. നികുതി പിരിച്ചതാരാ? ജമീന്ദാർമാരാണ് നികുതി പിരിച്ചത്. ജമീന്ദാർമാരാണ് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി എന്ത് പിരിച്ചത്? നികുതി പിരിച്ചത്. നോട്ട് ചെയ്തു. അപ്പോൾ ബ്രിട്ടീഷുകാർ ഡയറക്റ്റ് പോയി നികുതി പിരിച്ചല്ല, ജമീന്ദാർമാരാണ് നികുതി പിരിച്ചത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. രണ്ടാമത്താണ് റൈറ്റ് ടു വാരി. റൈറ്റ് എന്ന് പറഞ്ഞാൽ കർഷകരെ വിളിക്കുന്ന പേരാണ് റൈറ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ. റൈറ്റ് വാരി ഇത് സൗത്ത് ഇന്ത്യയിലാണ്. നമ്മുടെ ഡെക്കാൻ, നമ്മുടെ കേരളം, പിന്നെ തമിഴ്നാട്, കർണാടക, അവിടേക്കാണ് സൗത്ത് ഇന്ത്യയിൽ റൈറ്റ് വാരിസ് ഉണ്ടായിരുന്നത്. തോമസ് മൂറോ ആൻഡ് അലക്സാണ്ടർ റീഡ് ആണ്. പെസൻസ് വർ കൺസിഡർ ആസ് എ ലാൻഡ് ലോഡ്സ്. ഇവിടെ ആരാണ്? കർഷകരെ നമ്മൾ ഭൂ ഉടമകളായി നമ്മൾ പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ പ്രഖ്യാപിക്കും. എന്നിട്ട് നേരെ കർഷകരും തന്നെ അവർ ഡയറക്റ്റ്
നികുതി വിരിച്ച സംവിധാനമാണ് എന്ത് ഈ പറഞ്ഞ റൈറ്റ് ടു വാരി സമ്പ്രദായം. അപ്പോൾ റൈറ്റ് ടു വാരി സമ്പ്രദായത്തിൽ കർഷകരാണ് ഡയറക്റ്റ് ആർക്ക് നികുതി കൊടുത്തത്, ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുത്തത്. മൂന്നാമത് മഹൽവാരി സമ്പ്രദായമാണ്. മഹൽവാരി നോർത്ത് ഇന്ത്യയിൽ നമ്മളിത് കൊണ്ടുവന്നത് ഹോൾട്ട് മെക്കാനിസം അല്ലേ, ഹോൾട്ട് മെക്കാനിസം അത് കൊണ്ടുവന്ന് ദ വില്ലേജ് വാസ് ട്രീറ്റ് ആസ് എ യൂണിറ്റ്. ഇവിടെ ഒരു ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കും. എന്നിട്ട് ആ ഗ്രാമത്തിലൊരു ഗ്രാമത്തലവരുണ്ടാവും. ഈ ഗ്രാമത്തലവനാണ് ആ ഗ്രാമത്തിലെ മുഴുവൻ നികുതിയും പിരിക്കുക. എന്നിട്ട് ആ നികുതി എന്ത് ചെയ്യും, ഈ പറഞ്ഞ ബ്രിട്ടീഷുകാർ കൊടുക്കും. അങ്ങനെയാണുള്ളത്. നികുതി വീഴ്ച വരുത്തിയ ഗ്രാമത്തെ ബ്രിട്ടീഷുകാർ ഇന്ത്യയോട് എന്ത് ചെയ്തു, ബ്രിട്ടീഷ് ഇന്ത്യയോട് അവരെന്ത് ചെയ്തിരുന്നു, അവർ കൂട്ടിച്ചേർത്തിരുന്നു. അല്ലെ, പത്രത്തോളം എന്താണ് പറയുക, അവരെ ചൂഷണം ചെയ്ത രീതിയിലാണ് ഈ 3 നികുതി സമ്പ്രദായം ഉണ്ടായിരുന്നത്. ഒന്ന് പിന്നെ പെർമനന്റ് ലാൻഡ്സ് റവന്യൂ സെറ്റിൽമെന്റ്, റൈറ്റ് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം. ഒരു സംശയം വേണ്ട, നാളത്തെ ചോദ്യ പേപ്പറിൽ ഈ ചോദ്യം കാണാം. പിടിച്ചോ. ഇനി ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കലാപമായിരുന്നു ബംഗാളിലെ നീലം കർഷക കലാപം 1759 അല്ലെ. അപ്പൊ ആ നീലം കർഷക കലാപം നിങ്ങളൊന്ന് വായിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. കാരണം നീലം കർഷകർ എന്താണ്, നീലം കർഷകർ ആദ്യം വലിയ എമൗണ്ടിന് എന്താണ് പിന്നെ നീലം സാധനം വാങ്ങാന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞു. ഈ നീലം കൃഷി ചെയ്യുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകത, ആ നീലം കൃഷി ചെയ്ത ഭൂമിയിൽ തന്നെ വേറൊരു കൃഷിയും ചെയ്യാൻ കഴിയില്ല അല്ലെ. അപ്പൊ പിന്നീട് ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ കളേഴ്സും ചായങ്ങളൊക്കെ വന്നപ്പോൾ ഈ നീലം അവർ വാങ്ങാതെയായി. ആണ് ഇന്ത്യയിലെ നീലം കർഷകർ ആകെ പ്രയാസ ദുരിതത്തിലെ. അങ്ങനെയാണ് ബ്രിട്ടീഷുകാർക്ക് അവരെന്ത് ചെയ്യുന്നത്, ഒരു കലാപം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതുക, സെറ്റ് ചെയ്യുക. ഇനി നോക്കൂ, ഡിഡ് യു യൂസ് ദ ന്യൂ എൻഫീൽഡ് റൈഫിൾ അഫക്ട് ദ റിലീജിയസ് ബിലീഫ് ഓഫ് ഇന്ത്യൻ സോൾജേഴ്സ്? പുതിയ എൻഫീൽഡ് തോക്കിന്റെ ഉപയോഗം ഇന്ത്യൻ പട്ടാളക്കാരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തിയോ? എക്സ്പ്ലെയിൻ ദ ബേസ് ഓൺ ദ കോസ് ഓഫ് 1857. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരങ്ങൾ, 1857 കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ആ കാര്യം ഒന്ന് വിശദീകരിക്കാനാണ് പറയുന്നത് അല്ലെ. എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന്? 1857 കലാപത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാം? ദ സബ്സിഡറി അലയൻസ്, സൈനിക സഹായ വ്യവസ്ഥ, അതുപോലെ തന്നെ ദത്തവകാശ നിരോധന നിയമം, അതുപോലെ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരുണ്ടായ അസംതൃപ്തി അല്ലേ, പുതിയ തരം എൻഫീൽഡ് റൈഫിൾ തോക്കുകൾ കൊണ്ടു. ഇതൊക്കെയാണ് ശരിക്കും എന്തിന്റെ കാരണങ്ങൾ? 1857 ആദ്യത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കാനുള്ള കാരണം അല്ലെ, 1857 കലാപം നടക്കാൻ. എൻഫീൽഡ് റൈഫിൾ എന്താ? എൻഫീൽഡ് റൈഫിളിന്റെ കാട്രിഡ്ജ്, അതിന്റെ നിര അല്ലെ, അതെന്താണ് പന്നിയുടെയും അതുപോലെ തന്നെ പശുവിൻ്റെയും നെയ്യ് ഉപയോഗിച്ചുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്നു. അത് രണ്ടുപേരുടെയും, ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും മതവികാരത വ്രണപ്പെടുത്തി അവസാനം എന്ത് ചെയ്യാണ്, ഈ സിപ്പായികൾ അല്ലെങ്കിൽ നമ്മുടെ ബ്രിട്ടീഷ് പട്ടാളക്കാർ, ഇന്ത്യക്കാരായ പട്ടാളക്കാർ ആർക്കെതിരെ തിരിയാണ്, ബ്രിട്ടീഷുകാർക്ക് തിരിയാണ്. അതുപോലെ എന്ത് ചെയ്യുക, റിവോൾട്ട് 1857 റിവോൾട്ടിന്റെ കാരണങ്ങൾ പഠിച്ചു വെക്കുക. അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് എന്താണ്? ദ റിബല്യൻ വാസ് കൺഫൈൻഡ് ഫ്യൂ പാർട്ട് ഓഫ് നോർത്ത് ഇന്ത്യ. നോർത്ത് ഇന്ത്യയിൽ മാത്രം ഉണ്ടായിരുന്നു അല്ലേ, ഏതാനും കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കൃത്യമായ ഒരു സംഘാടന, ഒരു നേതൃത്വം ഉണ്ടായിരുന്നില്ല അല്ലെ. അതുപോലെ തന്നെ കലാപകാരികളെക്കാൾ മെച്ചപ്പെട്ട സൈന്യശേഷിയും സംഘാടന മികവും കമ്പനി സൈന്യത്തിനുണ്ടായിരുന്നു. ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചിരുന്നില്ല. നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളുടെ വിഭാഗം കലാപത്തിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്തു. അതായത് ഒരു സിസ്റ്റമാറ്റിക് ആയിരുന്നില്ല, എല്ലാവരുടെയും ഒരു പിന്തുണ കലാപത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ കലാപം വലിയ വിജയമാകാതെ മാറി അല്ലെങ്കിൽ. അപ്പൊ അതെന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. റെഡി. ഇനി നമ്മൾ എക്കണോമിക്സ്, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പത്ത് വ്യവസ്ഥ ചാപ്റ്ററിൽ പോവുകയാണെങ്കിൽ, എ പേഴ്സൺ ഹു ഹാസ് ജസ്റ്റ് സ്റ്റാർട്ടഡ് എ സ്റ്റാർട്ടപ്പ് ഇൻ പ്രൊഡ്യൂസിംഗ് ബൈ യൂസിങ് മെഷീൻ ഇൻ interest of work and what method did he use to production? What is special feature of this method? അപ്പോൾ അയാൾ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. എന്താണ്? പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ഒരു വ്യക്തി തൊഴിലാളികൾ പകരം യന്ത്രോപകരണങ്ങൾ ഉപയോഗപ്പെടുത്തി ഉൽപാദനം നടത്തുന്നു. ഇദ്ദേഹം ഉൽപാദനത്തെ ഏത് രീതിയാണ് ഉപയോഗിച്ചത്? ഈ രീതിയുടെ സവിശേഷതകൾ എന്തെല്ലാം? ഓക്കെ, പുതിയ സ്റ്റാർട്ടപ്പാണ്, പുതിയ പരിപാടിയാണ് അല്ലെ. അപ്പോൾ യന്ത്രങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്ന ഉൽപാദനം നടത്തുന്നത്. അപ്പോൾ ഇത് എന്താണ് മെത്തേഡ് എന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇത് ഏത് മെത്തേഡാ? ഇതാണ് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക് ഉണ്ട് അല്ലേ. ദ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിംഗ് യൂസിംഗ് ദ മോർ ക്യാപിറ്റൽ ആൻഡ് ലെസ് ലേബർ കോൾഡ് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്. എക്സാമിന് ചോദിക്കുക. അപ്പോൾ 2 തരം രീതികളുണ്ട്. ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി ഉണ്ട്, ലേബർ ഇന്റൻസീവ് ടെക്നോളജി ഉണ്ട് അല്ലേ. നോക്ക് നിങ്ങൾ, കൂടുതൽ തൊഴിൽ ശക്തിയും കുറഞ്ഞ മൂലധനം ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്തുന്ന രീതിയാണ് തൊഴിൽ തീവ്ര സാധ്യത ലേബർ ഇന്റൻസീവ് ടെക്നോളജി എന്ന് വിളിക്കുന്നത്. കൂടുതൽ മൂലധനവും കുറച്ച് തൊഴിൽ ശക്തി ഉപയോഗിച്ച് ഉൽപാദനം നടത്തുന്ന രീതിയാണ് മൂലധന തീവ്ര സാങ്കേതിക. അപ്പൊ ഇതും ക്യാപിറ്റൽ ഉപയോഗിച്ചാണ് ഇയാൾ നടത്തുന്നത് അല്ലെ. അതായത് കുറച്ച് ലേബറും കൂടുതൽ യന്ത്രങ്ങളെങ്കിൽ ക്യാപിറ്റലും. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ അത് തീവ്ര ലേബർ ഇന്റൻസീവ് ടെക്നോളജിയാണ്. ഇപ്പൊ ഇദ്ദേഹം ഉപയോഗിക്കുന്നതാണ് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജിയാണ്. രണ്ടും എന്ത് ചെയ്യുക, നോട്ട് ചെയ്തു പോകുക. റെഡി. ഇതിന്റെ പരിമിതികളുണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു പോകും. ഓക്കെ. പിന്നെ ഇനി നമ്മൾ നോക്കുന്നത്, വാട്ട് ഈസ് ദ എക്കണോമിക് സിസ്റ്റം അഡോപ്റ്റ് ബൈ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക വ്യവസ്ഥ എന്ത് സിസ്റ്റമാണ് നമ്മൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയത്? അതുപോലെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് എക്കണോമിക് സിസ്റ്റം, ഈ സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തെല്ലാം? എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്, നിർബന്ധമായി നിങ്ങൾ പഠിച്ചു വെക്കണേ. ഏതാണത്? ഒന്ന് നമുക്ക് മിക്സ്ഡ് സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവന്നത്. മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നല്ലേ, മിശ്ര സമ്പദ് വ്യവസ്ഥ നമ്മൾ കൊണ്ടുവന്നത് അല്ലേ. എന്താ മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്കും അതുപോലെ തന്നെ പിന്നെ സോഷ്യൽ സമ്പദ് വ്യവസ്ഥയും
ക്യാപിറ്റൽ സമ്പദ് വ്യവസ്ഥയും രണ്ടുപേരും മിക്സ്, രണ്ടിന്റെയും നല്ല വശങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തത്, ഈ പറഞ്ഞ മിശ്ര സമ്പദ് വ്യവസ്ഥ നമ്മൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. കാരണം എന്താണ്? കാരണം രണ്ടുപേരുടെയും തുല്യമായ പ്രാതിനിധ്യം ഈ മേഖല നമുക്ക് എന്തായിരുന്നു, നമുക്ക് ആവശ്യമായിരുന്നു അല്ലേ. അപ്പൊ അത് പഠിച്ചു വെക്കുക, അതിന്റെ ഫീച്ചേഴ്സ് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഈ ചോദ്യങ്ങൾ ഇപ്പം തന്നെ വളരെ കുറച്ച് ചോദ്യം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. അത് ഇപ്പം തന്നെ പഠിക്കുക. നാളത്തെ ചോദ്യപ്പെടുന്ന മെജോറിറ്റി 100% നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ചോദ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നല്ല മക്കളായി പഠിക്കുന്ന നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ കമന്റ് ചെയ്യുക, നമ്മൾ വീഡിയോക്ക് ഒരു ലൈക്കും തരിക. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.